channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് അറിയാമോ, നമ്മൾക്ക് ഗേൾസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള മസ്റ്റ് നോ ഹാക്സ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഫെസ്റ്റിവ് റിലേറ്റഡ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോണേ. ഒരു 10 കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ പോയിന്റ് വന്നിട്ട് നമ്മൾ ഇടുന്ന ഡ്രസ്സാണ്. ഇപ്പോൾ ഡ്രസ്സ് നമ്മൾ ചിലപ്പോൾ സാരി ആയിരിക്കും, അല്ലെങ്കിൽ പാവടയും ബ്ലൗസ് ആയിരിക്കും. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമുണ്ടല്ലോ. പക്ഷേ അപ്പോൾ ബ്ലൗസ് ആണെങ്കിലും സാരി ബ്ലൗസിൻ്റെ കാര്യം കേട്ടോ എടുത്ത് പറയണേ, പെർഫെക്റ്റ് ഷേപ്പിലാണെന്ന് ഉറപ്പ് വരുത്താട്ടെ. കാരണം ഇപ്പോൾ സാരി ബ്ലൗസൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ ഷേപ്പിലല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ലൂസായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഷോൾഡർ ഒന്നും കറക്റ്റ് അല്ല, ഷോൾഡറിനൊക്കെ ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് ഇതിങ്ങനെ തെന്നിയൊക്കെ പോരുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മൾ മുന്താണി എടുത്തിട്ട് ഇവിടെ പിൻ ചെയ്യുമല്ലോ. അങ്ങനെ പിൻ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മളിപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴായിരിക്കും സംഭവം ഇങ്ങനെ തെന്നി ഇങ്ങോട്ട് പോരും. അപ്പോൾ നമ്മൾക്കതൊരു കംഫർട്ടബിൾ ആയിരിക്കില്ല. അത് മാത്രമല്ല, ചിലപ്പോൾ ഇതിങ്ങനെ പോരുമ്പോഴേക്കും നമ്മളുടെ ഇന്നറിൻ്റെ ബ്രായുടെ സ്ട്രാപ്പൊക്കെ ചിലപ്പോൾ കാണും. അപ്പോൾ നമ്മൾക്കതൊരു കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇപ്പം നിങ്ങൾ ഹോസ്റ്റലിലാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇനിയിപ്പോൾ നമ്മൾക്ക് ഷേപ്പ് ചെയ്യാനൊന്നും സമയമില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഡബിൾ സൈഡ് ടാപ്പ് വാങ്ങിക്കാം. ഇങ്ങനെ 2 വശത്തും പശ ഉണ്ടാവുന്ന ടാപ്പില്ലേ, ഡബിൾ സൈഡ് ടാപ്പിൻ്റെ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ അനങ്ങാണ്ടിരുന്നോളും. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പ്രോഗ്രാമൊക്കെ വരുമ്പോഴേക്കും നമ്മളെപ്പോഴും കുറച്ചിങ്ങനെ മേക്കപ്പ് നമ്മൾ ചെയ്യുമല്ലോ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ പരിപാടിക്ക് പോകുമ്പോഴേക്കും ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് മുന്നേ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എടുത്ത് പറയുന്നത് ഫൗണ്ടേഷനാണ്. കാരണം നമ്മളിപ്പം സെലിബ്രേഷനൊക്കെ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യും, മിക്കവരും യൂസ് ചെയ്യും, അല്ലെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഫൗണ്ടേഷനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഓൺലൈൻ ഒരിക്കലും വാങ്ങാൻ പാടില്ല, നമ്മൾ എന്തായാലും കടയിൽ പോയി നോക്കിയിട്ട് നമ്മുടെ ഷെയ്ഡ് അനുസരിച്ചിട്ട് വാങ്ങിക്കുക. കാരണം ഓൺലൈനിൽ നോക്കുമ്പോഴേക്കും നമ്മൾക്ക് തോന്നും ഇതാണ് എൻ്റെ ഷെയ്ഡ്, എനിക്കിത് സ്യൂട്ട് ആവുമെന്ന് തോന്നും. പക്ഷേ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴേക്കും വേറെ ഷെയ്ഡായിരിക്കും. അതുകൊണ്ട് എന്തായാലും കടയിൽ പോയിട്ട് മാത്രം നോക്കാം. പിന്നെ എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുള്ള ഒരു പണിയുണ്ട്. ഫൗണ്ടേഷൻ ഇട്ടിട്ട് ചില ഫൗണ്ടേഷൻ ഓക്സിഡൈസ്ഡ് ആവും. അതായത് നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡായിരിക്കും, ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് നേരം കൂടി കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇരുണ്ട് പോകും. അതായത് അതിൻ്റെ ഒറിജിനൽ കളറ് അത് പുറത്തേക്ക് എടുത്തു കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഡാർക്കനാവും. അപ്പം നമ്മൾ കറുത്തിരിക്കുന്ന പോലെ ഉണ്ടാവും. എനിക്കങ്ങനെ ഒരു വർഷം പണി കിട്ടിയതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഫൗണ്ടേഷൻ ഒന്നുമല്ല, നോർമൽ ഫൗണ്ടേഷനാണ്, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പാക്കുക. ഷെയ്ഡും കറക്റ്റ് ആണെന്ന് ഉറപ്പാക്കുക കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പാണ്. ചെരുപ്പ് ഇപ്പോൾ സാരിയൊക്കെ ആണെങ്കിൽ കുറച്ച് ഹീലുള്ള ചെരുപ്പായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. കാരണം ആ ഒരു ഹീല് വരുമ്പോഴേക്കും നമ്മളുടെ ബോഡിയുടെ ഒരു സ്ട്രക്ചർ തന്നെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. നമ്മൾ സാധാരണ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പിടുന്നതും കുറച്ച് ഹീലുള്ള ഒരു ചെരുപ്പിടുന്നതിലും തമ്മിൽ നമ്മുടെ ബോഡിക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ സാരി കൊടുക്കുമ്പോൾ എന്തായാലും കുറച്ച് ഹീലുള്ള ചെരുപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഹീലായിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ടും. അതായത് ഇപ്പോൾ നമുക്ക് അധികം ശീലമൊന്നും ഇല്ല, സാരി എടുത്ത് ശീലമൊന്നും ഇല്ല എന്നാണെങ്കിൽ ഭയങ്കര ഹീലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിന് കുറച്ച് ഹീലുള്ള ചെരുപ്പ് ഇടാട്ടോ. അത് നമ്മൾ ഇടുമ്പോഴേക്കും നമ്മുടെ ആ സാരിയുടേതായിട്ടുള്ള നല്ലൊരു എടുപ്പും കിട്ടും. നമ്മൾ അങ്ങനത്തെ ചെരുപ്പിട്ട് കഴിയുമ്പോൾ കുറച്ച് ഹീലുള്ള ചെരുപ്പിടാൻ നോക്കുക. അതുപോലെ സാരി ഉടുക്കുന്നുണ്ടെങ്കിൽ, സാരി ഉടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ആദ്യം തന്നെ ചെരുപ്പ് ഇട്ടിട്ട് മാത്രം സാരി ഉടുക്കുക. കാരണം നമ്മൾ ആദ്യം സാരി ഉടുത്ത് കഴിഞ്ഞ് പിന്നെ ചെരുപ്പിൻ്റെ മേലെ കയറി നിൽക്കുമ്പോഴേക്കും ചെരുപ്പും സാരിയും തമ്മിൽ, അതായത് ഫ്ലോറും സാരിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ 3/4 ഭാഗം വെച്ച് ഇങ്ങനെ വെറുതെ എന്തോ ഒരു പാവാട ചുറ്റിയിട്ടേക്കണ പോലെയുള്ള ഒരു ഫീലായിരിക്കും ഉണ്ടാവുന്നത്. ആ സാരി ഉടുത്ത് നന്നായിട്ടുണ്ട് എന്നാണെങ്കിലും ആ ഒരു ഗ്യാപ്പ് താഴെ വന്നു കഴിഞ്ഞാൽ ആ സാരിയുടെ ഭംഗി പോകും. അതുകൊണ്ട് ആദ്യം തന്നെ ചെരുപ്പിട്ടിട്ട് വേണം സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നാലാമത്തെ കാര്യം, നമ്മൾ ഹെയർ സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ടിക് ടാക് സ്ലൈഡും ഉണ്ടാവണം, ഇർക്കിൽ സ്ലൈഡും ഉണ്ടാവണം, യൂപിന്നും ഉണ്ടാവണം. കാരണം നമ്മൾ ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഞാൻ നേരത്തെ ഒന്നും അങ്ങനെ മുടി കെട്ടി നോക്കാറില്ല. അതായത് ഇപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് എന്താണ് തോന്നുന്നത് ആ ഒരു രീതിയിലായിരിക്കും മുടി കെട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ആ സമയത്തായിരിക്കും നമ്മൾ ഓർക്കണം ആ സാധനം ഇല്ലല്ലോ, ഈ സാധനം ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ഓർക്കണേ. അതുകൊണ്ട് ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ നേരത്തെ തന്നെ മുടി കെട്ടി നോക്കും. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക എന്തൊക്കെ ക്ലിപ്പാണ് വേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ സ്ലൈഡുകളാണ് വേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്ത് വെക്കുക. ഇപ്പം എന്നെപ്പോലെ നിമിഷം ആ ഒരു സമയത്ത് ആ ഒരു സെക്കൻഡിൽ നമുക്ക് തോന്നുന്ന പോലെ ചെയ്തുകൊണ്ട് പോകാനാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് യൂപ്പിൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ അറിയില്ല എന്നാണെങ്കിൽ ഇതാണ് സാധനം, യൂപ്പിൻ ഇതാണ് കേട്ടോ.
യൂപ്പിനെ വെച്ച് കുത്തുമ്പോഴേക്കും നമ്മുടെ വെച്ചിരിക്കുന്ന പൂവൊന്നും ചതഞ്ഞു പോകില്ല. അതുപോലെ നമ്മൾ മുടി കെട്ടിയിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്നില്ല. അതുകൊണ്ട് യൂപ്പിന് നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ ഇർക്കിൾ ക്ലേഡും ടെക്ടാക് ക്ലേഡും ബാക്കി നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കുക. ഇനി അടുത്തതായിട്ടുള്ള ഒരു കാര്യം വന്നിട്ട് ബ്ലൗസ് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെയാണ്. അതിപ്പോൾ സ്കേർട്ടിന്റെ ബ്ലൗസ് ആണെങ്കിലും നമ്മുടെ സാരിയുടെ ബ്ലൗസ് ആണെങ്കിലും പറയാണ് കേട്ടോ, നമ്മൾ എന്തായാലും ലൈനിങ് ഇട്ടിട്ട് വേണം തയ്ക്കാൻ. ഒന്നാമത്തെ കാര്യം, ലൈനിങ് ഇടാതെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യില്ല. നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് അത് പിന്നിങ്ങനെ അലന്ന് പോകുന്നൊക്കെ പറയില്ലേ, ആ ഭാഗം വെച്ചിട്ട് അത് കീറി പോകുന്ന പോലെയൊക്കെ ഇരിക്കും. നമ്മൾ ഇനിയിപ്പോൾ എന്താ കുറച്ചിങ്ങനെ വേർത്തൊക്കെ കഴിയുമല്ലോ. ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പോയിട്ട് കുറച്ചിങ്ങനെ നമ്മളത് തുള്ളിയൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒന്ന് വേർത്തൊക്കെ വരും. അങ്ങനെ വിയർക്കുന്ന സമയത്ത് ലൈനിങ് ഇല്ല എന്നാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇന്നറിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഷേപ്പൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ മഴ എങ്ങാനും ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നിഴലടിക്കും. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ലൈനിങ് ഇട്ടിട്ട് വേണം സ്കേർട്ടിന്റെ ടോപ്പ് ആണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും സാരി ബ്ലൗസ് ആണെങ്കിലും തയ്പ്പിക്കാൻ കേട്ടോ. ഇനി ടിപ്പ് നമ്പർ 6 വന്നിട്ട് നമ്മുടെ മുതുകിന്റെ ഈ ഒരു ഭാഗത്ത് അതുപോലെ നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗത്തൊക്കെ ഇല്ല. നമ്മളിപ്പോൾ പുട്ടപ്പൊക്കെയാണ് ചെയ്യണമെങ്കിൽ എന്തായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ ഇനി വല്ല ഇങ്ങനെ പാടുകൾ പോലെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റും എന്തെങ്കിലും കറുപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ടുള്ള കറുപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിലും ഓക്കെ, ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പാക്കൊക്കെ ഇപ്പൊ നമ്മൾ നാരങ്ങാനീരും പഞ്ചസാരയും കൂടെ ഒക്കെ ഇട്ട് റബ്ബ് ചെയ്യില്ലേ, ചുമ്മാ നോർമലി ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു 2 ദിവസം മുന്നേ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഡിമ്മായി കിട്ടുമല്ലോ, ആ കറുപ്പ് കളറൊക്കെ ഒന്ന് ലൈറ്റ് ആയി കിട്ടും. അതുപോലെ ബാക്ക് ആക്നെയൊക്കെ ഉള്ളവരാണെങ്കിലും നേരത്തെ തന്നെ എന്തെങ്കിലും പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് ബാക്ക് ആക്നെ ഒന്ന് അതിന്റെ പാടുകളൊക്കെ ഒന്ന് കാം ഡൗൺ അല്ലെങ്കിൽ പാടുകളൊക്കെ ഒന്ന് ഡിമ്മാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മാത്രമല്ല നിങ്ങളിപ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ല, നമ്മൾക്ക് ഇങ്ങനെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ബ്ലൗസുകൾ യൂസ് ചെയ്യാം. ചിലപ്പോൾ ഇപ്പം നമ്മൾക്ക് ബോട്ടനൊക്കെ ഉണ്ടല്ലോ, മിക്കവരും ഇപ്പോൾ ബോട്ടനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു പാടുകളും കാര്യങ്ങളും അറിയില്ല. എനിക്ക് ബാക്ക് ആക്നെ ഉണ്ടായിരുന്ന സമയത്തും ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഭയങ്കര സിവിയർ ആയിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ യൂണിഫോം വരെ ബോട്ടനൊക്കെ ആയിരുന്നു കേട്ടോ. അത്രയും എനിക്ക് ബാക്ക് ആക്നെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൈ നമ്മൾ എന്തായാലും ഇത്രയുള്ള മുട്ട് കൈ വരെയുള്ള കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പാടുകളും കാര്യങ്ങളൊന്നും അറിയില്ല. അല്ലെന്നാണെങ്കിൽ നമ്മൾക്ക് കോളറിനൊക്കെ ഉള്ള ബ്ലൗസ് ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ വരെ കവേർഡ് ആയിരിക്കുന്ന മോഡലൊക്കെ ഉണ്ടല്ലോ, നല്ല രസമായിട്ട് തയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ബ്ലൗസുകളൊക്കെ സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ 7th പോയിന്റ് വന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾക്ക് ഈ നെക്ലെസ് നമ്മൾ യൂസ് ചെയ്യുമല്ലോ, നെക്ക് പീസ് ചോക്കറൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അത് യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുന്നുണ്ട്, ഭയങ്കര ലൂസാണ്. ഇപ്പൊ നമ്മൾ നല്ല ലെങ്ത് ഉള്ളതൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുന്നുണ്ട് എന്നാണെങ്കിൽ ജസ്റ്റ് ആ നെക്ക് പീസിൽ ഒരു ഡബിൾ സൈഡ് ടാപ്പിന്റെ ഒരു കുഞ്ഞു പീസ് ഒട്ടിച്ചിട്ട് നമ്മൾക്ക് എവിടെയാണോ സ്റ്റിക്ക് ചെയ്യേണ്ടത് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം നമ്മളുടെ ഡ്രസ്സിൽ തന്നെ. അത് പിന്നെ അങ്ങനെ അനങ്ങാണ്ടിരുന്നോളും. അപ്പൊ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഡാൻസ് കളിച്ചാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവില്ല, അത് അവിടെ തന്നെ അലമ്പാവാണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ അവിടെ കിടന്നോളും. ഇനി അടുത്തതായിട്ടുള്ള ഒരു സംഭവം വന്നിട്ട് ഇത് മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ മുല്ലപ്പൂ തലയിൽ വെക്കുമല്ലോ, മുല്ലപ്പൂ വെക്കുമ്പോഴേക്കും കുറെ പേർക്കൊക്കെ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം തന്നെ വാങ്ങി വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ രാവിലെ ആയിരിക്കും മുല്ലപ്പൂ വാങ്ങണേ. ഇപ്പൊ ഞാനൊക്കെ ഇപ്പോൾ വീട്ടിൽ തലേ ദിവസം ആട്ടോ വാങ്ങി വെക്കണം, കാരണം രാവിലെ വാങ്ങിക്കാൻ പോകാൻ പറ്റില്ല. അപ്പൊ തലേ ദിവസം വാങ്ങിക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ മുല്ല മൊട്ട് വാങ്ങിക്കുക, പൂ തന്നെ വാങ്ങിക്കരുത് കേട്ടോ. കാരണം ഇപ്പൊ വിടർന്ന് നിൽക്കുന്ന പൂവാണെങ്കിൽ നാളെ നമ്മൾ പോവാൻ നേരം ആകുമ്പോഴേക്കും അതൊന്ന് ചെറുതായിട്ട് വാടി തുടങ്ങും. അതുകൊണ്ട് ഇപ്പൊ മുട്ടായിട്ട് നിൽക്കുന്ന മൊട്ട് കെട്ടിയ മാല നമ്മൾക്ക് കിട്ടും മുല്ലപ്പൂവിന്റെ, അത് വാങ്ങിച്ചു വെക്കാം. അത് വാങ്ങിച്ചു വെക്കുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ കുറച്ചിങ്ങനെ വെള്ളമൊക്കെ തളിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് നല്ല ഫ്രഷ് ആയിട്ട് വിടർന്ന് നിൽക്കണ്ടാവും. ഇനി നമ്മുടെ 9th ടിപ്പ് വന്നിട്ട് നിങ്ങൾ പുതിയതായിട്ടുള്ള ചെരുപ്പാണ് യൂസ് ചെയ്യാൻ പോണേ, അല്ലെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ചെരുപ്പല്ല, വല്ലപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. ഇനി ആ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാല് പൊട്ടാറുണ്ട് എന്നൊക്കെയാണെന്നാണെങ്കിൽ ആ ഒരു ഭാഗം കാല് ഒരയുന്ന ആ ഒരു ഭാഗത്ത് ആദ്യം തന്നെ ഒരു ബാൻഡേഡ് ഒട്ടിച്ച് വെച്ചേക്കാം. ബാൻഡേഡ് കിട്ടൂലേ, നമ്മൾ മുറിവിന് ഒട്ടിക്കുന്ന ബാൻഡേഡ് ഇല്ലേ, ആ ബാൻഡേഡ് ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ 2-3 സ്ഥലത്ത് ഒട്ടിക്കാം. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചിട്ട് ഒട്ടിച്ചാലും മതി. അവിടെ ആയിട്ട് നമ്മൾക്ക് എവിടെയാണോ ഒരയുന്നത് ആ ഒരു ഭാഗത്ത് അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ ആ ഭാഗം ഒരയില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് നല്ല വേറെ വൈകിട്ടായാലും നമ്മൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കും. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ 10th പോയിന്റ് വന്നിട്ട് നിങ്ങൾ കുറേ സ്പ്രേ അല്ലെങ്കിൽ കുറേ സെന്റ് ഒന്നും പെർഫ്യൂംസ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ മുല്ലപ്പൂ മിക്കവരും യൂസ് ചെയ്യും, മുല്ലപ്പൂവിന്റെ ആ ഒരു മണം തന്നെ നമ്മൾക്ക് ഉണ്ടാവും. മുല്ലപ്പൂ കുറേ ആ ഒരു സ്മെല്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും പറ്റില്ലല്ലോ. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ പെർഫ്യൂമോ കാര്യങ്ങളോ ഒന്നും ആവശ്യത്തിന് യൂസ് ചെയ്യാം, പക്ഷെ വാരി അങ്ങ് പൊത്തരുത്. കാരണം നമുക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല, പക്ഷെ നമ്മൾ വേറൊരാളുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും മുല്ലപ്പൂവിൻ്റെ മണോ ഈ ഒരു സ്പ്രേയുടെ ഈ പെർഫ്യൂമിൻ്റെ മണോ എല്ലാം കൂടെ ആയി കഴിയുമ്പോഴേക്കും നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യും. വേണമെന്നാണെങ്കിൽ കുറച്ച് യൂസ് ചെയ്യാം, പക്ഷെ ഒരുപാട് അങ്ങ് യൂസ് ചെയ്യരുത് കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.